എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ. ഇന്ന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ഏരിയകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട് 10 മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത്. അതിൽ തന്നെ 4 മാർക്ക് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള അറിവ്, അവയവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അവരുടെ ധർമ്മങ്ങൾ, അതുപോലെ ജീവകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ, വൈറസ്, ബാക്ടീരിയ രോഗങ്ങൾ തുടങ്ങി ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള ലോകത്ത് പിടിപെട്ടിട്ടുള്ള മാരകമായ രോഗങ്ങളടക്കമുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്സിനുകളും ഒക്കെ നിരന്തരം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ കൂടെ മിനിമം 2 മാർക്കെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പൊതുജന ആരോഗ്യം. പൊതുജന ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അതിന് നൽകുന്ന ആനുകൂല്യങ്ങൾ, അതിന്റെ നടത്തിപ്പിന് ഉത്തരവാദിത്തമുള്ള ആൾ, ഏതൊക്കെ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതൊക്കെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇന്ത്യയിലും കേരളത്തിലും ഈ അടുത്ത് നടന്ന പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രക്ഷോഭങ്ങളടക്കമുള്ള കാര്യങ്ങൾ, ഓസോൺ പാളി അടക്കം കടന്നു വന്നേക്കാം, NBA നർമ്മദ ബച്ചാവോ ആന്തോളനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചോദ്യങ്ങൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കൾ അവരെഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അവരുടെ സമരങ്ങളൊക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് കടന്നു വരും. രണ്ടാമത് ഫിസിക്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സിന്റെ SCERT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് സിലബസുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും, ചലന നിയമങ്ങൾ, ഉത്തോലകങ്ങൾ, പ്രകാശം, ISRയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സ്റേ, അൾട്രാവയലറ്റ് കിരണങ്ങൾ തുടങ്ങിയവ നിർബന്ധമായിട്ടും പഠിക്കുക. റീസെന്റ് ആയിട്ടുള്ള ഫിസിക്സുമായി ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം കഴിഞ്ഞ കാലങ്ങളിലെ പരീക്ഷകൾക്കൊക്കെ 2-3 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് കഴിഞ്ഞ് 3 മാർക്കിന് രസതന്ത്രത്തിന്റെ ചോദ്യം ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിലെ പഠിച്ചു വരുന്ന ആറ്റം, തന്മാത്ര, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങൾ, അയിരുകൾ, അലോഹങ്ങൾ തുടങ്ങിയവ, അതുപോലെ തന്നെ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ നിർബന്ധമായും പഠിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ ആസിഡും ആൽക്കലിയും തുടങ്ങിയ ഏരിയകൾ കൂടെ ഈ ഭാഗത്ത് നിർബന്ധമായി പഠിക്കുക. ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ കണ്ടുപിടുത്തങ്ങൾ, സയന്റിസ്റ്റുകൾ, അവർക്ക് ലഭിച്ച അവാർഡുകളൊക്കെ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. ഇതിന്റെ കൂടെ ഓർക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ SCERT ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിനേ ഉള്ളൂ സയൻസിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം. അതുകൊണ്ട് അതിന് ആവശ്യമായ സമയം മാത്രം കൊടുത്തിട്ട് ആ 10 മാർക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുക. കേരള PSC നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ. നാളെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ കറന്റ് അഫയേഴ്സ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.